Students, next നമ്മൾ നോക്കുന്നത് ഒരു representation of spectra ആണ്. How can we represent a spectra? So usually നമ്മൾ ചില കേസിൽ നമ്മളതൊരു റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഒരു പിന്നെ ചില കേസിൽ നമുക്ക് ജസ്റ്റ് ഒബ്സർവേഷൻ, ഇപ്പം നമ്മൾ പ്രിസം യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പെക്ട്രോമീറ്ററിൽ ചെയ്യുന്ന പോലെ ചെയ്യും. ചില കേസിൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് നമുക്ക് റെപ്രസെൻറ്റേഷനൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. So grating spectrometer is suitable for use in ultraviolet, visible and infrared regions ആണ്. അപ്പോൾ ഗ്രേറ്റിംഗ് സ്പെക്ട്രോമീറ്ററിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാനൊരു അസൈൻമെൻ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഒരു ജനറൽ അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം ഈ ക്ലാസ്സിൽ. അപ്പം ഇതിൽ നമ്മളൊരു റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സോഴ്സ് ഉണ്ടായിരിക്കും. സോഴ്സിൽ നിന്ന് ഒരു ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തൊരു സാമ്പിൾ വെക്കുന്ന സ്ഥലം ഉണ്ടായിരിക്കും. ഈ സാമ്പിളിൻ്റെ സ്ഥലത്ത് നമ്മൾ സാമ്പിൾ ഒന്നും വെച്ചില്ലെങ്കിൽ ഇതൊരു സാമ്പിൾ ഈസ് നോട്ട് പ്രസൻറ്റ്. സോ നമുക്ക് ഈ സോഴ്സിൽ നിന്ന് വരുന്ന എല്ലാ റേഡിയേഷനും നേരെ നമുക്ക് എവിടെ കിട്ടും? ഡിറ്റക്ടറിൽ കിട്ടും. ഡിറ്റക്ടറിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഫ്രീക്വൻസി വേഴ്സസ് നമുക്ക് ഡിറ്റക്ടർ ഔട്ട്പുട്ട് എടുക്കാം, അല്ലെങ്കിൽ എനർജി അബ്സോർബ്ഡ് ബൈ ദ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എനർജി അബ്സോർബ്ഡ് ബൈ ദ സാമ്പിളിന് ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ ഡിറ്റക്ടർ ഔട്ട്പുട്ട് 100 ആണ്. അപ്പോൾ ഒരു ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ഫ്രീക്വൻസിയിലും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. കാരണം സാമ്പിളൊന്നും നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. വരുന്ന സോഴ്സിൽ നിന്ന് വരുന്ന എല്ലാ റേഡിയേഷനും അതേപോലെ നമുക്ക് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യും. ഇനി സപ്പോസ് നമ്മളൊരു സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസീനെ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി അത് എമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കാണാമെന്ന് വെച്ചാൽ ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നമ്മൾ നേരത്തെ അതേ ഗ്രാഫിൽ തന്നെ ഇവിടെ ഇതുവരെ വന്നു കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് മാത്രം ഇത് പീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പീക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിറ്റക്ടർ ഔട്ട്പുട്ട് എവിടേക്ക് വരുന്നു? 100 ഹിയർ ആൻഡ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പം ആ റേഡിയേഷൻ അബ്സോർബ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ഈ ഒരു റേഡിയേഷൻ ഇതിന് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അത് ഡിറ്റക്ടർ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിട്ടേ കിട്ടുന്നുള്ളൂ. ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരു 90% ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഡിറ്റക്ടർ ഔട്ട്പുട്ടിൽ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നിയർലി അത് 0 ആണ്. അപ്പോൾ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഓബ്സ്റ്റക്കിൾസ് ആണ്. സോ 100% ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യില്ല. അതുപോലെ അബ്സോർബൻസും ചിലപ്പോൾ എന്തായിരിക്കുമെന്നില്ല, കംപ്ലീറ്റ് 100% അബ്സോർബൻസും വരുന്നോളുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം അതിന്ന് മിസ്സിങ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഡിറ്റക്ടർ ഔട്ട്പുട്ടിൽ നമുക്ക് ബാക്കി എല്ലാ ഫ്രീക്വൻസീസും വരുന്നുണ്ട്. ഈ ഒരു ഫ്രീക്വൻസിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രം നമുക്ക് വളരെ കുറവായിരിക്കും. ഇതാണ് ഒരു പിന്നെ സാധാ ഒരു കേസിൽ ഒരു ഐഡിയൽ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ നമ്മൾ ഈ ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് കിട്ടുന്നത്, സോ ഇവിടെ ട്രാൻസ്മിറ്റൻസ് ഓൺ വൺ ആക്സിസ് ആൻഡ് അബ്സോർബൻസ് ഓൺ ദി അതർ ആക്സിസ് ആണ്. അബ്സോർബൻസ് ഈസ് ഫ്രം 0 to 100 ട്രാൻസ്മിറ്റൻസ് ഈസ് ഫ്രം 100 to 0 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി ഒരു ഇൻസ്റ്റെഡ് ഓഫ് അബ്സോർബിങ് എ സിംഗിൾ ഫ്രീക്വൻസി പെർട്ടിക്കുലർ സിംഗിൾ ഫ്രീക്വൻസി പോലെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫ്രീക്വൻസി റേഞ്ചാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ട്രാൻസ്മിറ്റൻസ് അല്ലെങ്കിൽ അബ്സോർബൻസ് കൂടിയിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിക്കാണ്. അപ്പോൾ യൂഷ്വലി നമുക്ക് കാണാൻ ഒരിക്കലും ഈ ഒരു ഐഡിയൽ കേസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കേസാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. സോ ദാറ്റ് മീൻസ് ഏതൊരു എനർജി സ്പെക്ട്രത്തിനും ചില നമ്മൾ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ പോലും നേച്ചർ പെർമിറ്റ് ചെയ്യുന്ന ചില ബ്രോഡനിങ് ഉണ്ട്, അല്ലെങ്കിൽ നേച്ചറൽ വിഡ്ത്ത് ഓരോ സ്പെക്ട്രൽ ലൈൻസിനും ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസൺസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഐഡിയൽ സ്പെക്ട്രത്തിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇപ്പോൾ ചില കേസിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ അബ്സോർബൻസും പിന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും കൂടി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് മാക്സിമം അബ്സോർബ് ചെയ്തത്. പക്ഷേ അത് ഏത് പീക്കാണെന്നുള്ളത് നമുക്ക് എക്സാക്റ്റ് വാല്യൂ പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പീക്ക് ഷാർപ്പ് പീക്കല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ബ്രോഡനിങ് ഉണ്ട്. പീക്ക് ബ്രോഡൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ ഓഫ് ദി അല്ലെങ്കിൽ ഏത് വാല്യൂ ഓഫ് ഫ്രീക്വൻസിയാണ് മാക്സിമം അബ്സോർബ് ചെയ്തതെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് സ്പെക്ട്രമാണ് സെക്കൻഡ് വൺ വരച്ചിരിക്കുന്നത്. ഡെറിവേറ്റീവ് സ്പെക്ട്രം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഓരോന്നിനും ഡെറിവേറ്റീവ് എടുക്കുമ്പം നിങ്ങൾക്കറിയാം ഡെറിവേറ്റീവ് വിൽ ബി അറ്റ് ദ മാക്സിമം പോയിൻ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് ഓരോ പോയിൻ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻ്റിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും dA/dnu ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻ്റിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫ്രീക്വൻസി. സോ ഇവിടെ
ഫ്രീക്വൻസി വേഴ്സസ് ഡെറിവേറ്റീവ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് മാക്സിമം എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഡെറിവേറ്റീവ് കർവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. അപ്പോൾ ഏതൊരു റെക്കോർഡിംഗ് ആണെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയ്സസ് ഉണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അൺവാണ്ടഡ് സിഗ്നൽസിനെയാണ് നമ്മൾ പറയുന്നത് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തു നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് സം ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ആൾസോ വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ഡിറ്റക്ടർ. അപ്പോൾ ഒരു കേസിൽ നമുക്ക് മാക്സിമം അലൗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇൻറ്റൻസിറ്റി സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ സിഗ്നൽ ഫ്രം ദി നോയ്സ് നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നൊരു ടേം ഡിഫൈൻ ചെയ്യാറുണ്ട്. അതിൻ്റെ വാല്യൂ എപ്പോഴും ഒരു 3 to 4 വരെ വാല്യൂ വരുന്നെങ്കിൽ മാത്രമേ നമുക്ക്, അതായത് സിഗ്നൽ ഷുഡ് ബി 3 times നോയ്സ് ആയിരിക്കണം. ഈ ഒരു റേഞ്ച് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിഗ്നൽസിനെ നോയ്സ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് സിഗ്നൽ ആൻഡ് നോയ്സ് വിൽ ബി സിമിലർ ആയിരിക്കും. വി കനോട്ട് ഡിറ്റക്ട് വെദർ വിച്ച് വൺ ഈസ് സിഗ്നൽ ആൻഡ് വിച്ച് വൺ ഈസ് നോയ്സ്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. നെക്സ്റ്റ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിൽ വരുന്നൊരു ടേമാണ് റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ആക്ച്വലി റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു സെപ്പറേറ്റ് ടു നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു സോഡിയം ലാമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ല ഹൈ റെസൊല്യൂഷനുള്ള ഒരു സ്പെക്ട്രോമീറ്റർ ആണെങ്കിൽ ആ സോഡിയത്തിൽ നമുക്ക് സോഡിയം 1 സോഡിയം 2 യെല്ലോ 1 യെല്ലോ 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ലൈൻസ് കാണാൻ പറ്റും. പക്ഷേ അതൊരു റിസോൾവിംഗ് പവർ കുറഞ്ഞ ഒരു സ്പെക്ട്രോമീറ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺലി 1 ലൈൻ, നമ്മൾ പ്രിസം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺലി 1 ലൈനായിട്ട് ഒബ്സർവ് ചെയ്യും. സോ ഈ റിസോൾവിംഗ് പവർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഡിറ്റർമിൻസ് ഹൗ ഇറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ടു നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ യൂഷ്വലി ഇതിൻ്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് എപ്പോഴും എക്സിറ്റ് സ്ലിറ്റിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ സപ്പോസ് നമുക്ക് എക്സിറ്റ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ഭയങ്കര ലാർജ് ആണെങ്കിൽ സപ്പോസ് 2 നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസ് ഈ ഒരു വിഡ്ത്തിൻ്റെ അകത്ത് കൂടെ സപ്പോസ് ദിസ് മച്ച് വിഡ്ത്ത് ഈസ് ദർ, ഇറ്റ് ക്യാൻ ഈസിലി പാസ് ത്രൂ ദിസ് വിഡ്ത്ത്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. പക്ഷേ ആസ് വി ഡിക്രീസ് ദ സ്ലിറ്റ് വിഡ്ത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് വുഡ് ബി കമ്പയറബിൾ വിത്ത് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഫ്രീക്വൻസീസ്. നമുക്ക് പറയാറുള്ളത് നമ്മൾ 5890 ആൻഡ് 5896 ആണ്. 5896 നാനോമീറ്റർ ആണ് സോഡിയത്തിൻ്റെ യെല്ലോ 1ൻ്റെയും യെല്ലോ 2ൻ്റെയും വേവ് ലെങ്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യെല്ലോൻ്റെ ആവറേജ് എടുക്കാറുള്ളത് 5893 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നാനോമീറ്റർ എന്നായിട്ട് എടുക്കാറുള്ളത്. 5893 ആകുമ്പം അത് ആങ്സ്ട്രാണ്, 589 നാനോമീറ്റർ. അപ്പോൾ ഈ 5893 ഇതിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് തമ്മിലുള്ള സ്പെക്ട്രൽ ലൈൻസ് തമ്മിലുള്ള വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആങ്സ്ട്രോം ഡിഫറൻസേ ഉള്ളൂ യെല്ലോ 1 യെല്ലോ 2 തമ്മിൽ. നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പം എക്സിറ്റ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ മാത്രമേ ഈ ഒരു ഡിവൈസിന് ടു സ്പെക്ട്രൽ ലൈൻസിനെ നന്നായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ സ്ലിറ്റ് വിഡ്ത്ത് കുറയ്ക്കും തോറും നമുക്കൊരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ ലെസ് എനർജി വിൽ പാസ് ത്രൂ ദീസ് ഡിറ്റക്ടർ. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ റീച്ചിങ് ദ ഡിറ്റക്ടർ വിൽ ബി വെരി ലോ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 കണ്ടീഷനും കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മളൊരു ആവറേജ് മാക്സിമം റെസൊല്യൂഷൻ പോസിബിൾ ആയുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് പൊതുവെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വിഡ്ത്ത് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ട്രാൻസിഷൻസ് ആണ്. അപ്പം നമുക്ക് ഓൾറെഡി കണ്ടു, നമ്മൾ ഐഡിയൽ സ്പെക്ട്രം ആൻഡ് പ്രാക്ടിക്കൽ സ്പെക്ട്രം കണ്ടു. പ്രാക്ടിക്കൽ സ്പെക്ട്രത്തിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്ട്രം വരുന്നത് ഒരു ബ്രോഡനിങ്ങോട് കൂടിയാണ് വരുന്നത്. അതായത് ഇപ്പം മാക്സിമം ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ എഫ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ് എന്നുള്ളൊരു ഫ്രീക്വൻസിയും കൂടെ വരുന്നുണ്ട്. സോ വിഡ്ത്ത് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് സീൻ ദാറ്റ് അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ടേക്സ് പ്ലേസ് നോട്ട് അറ്റ് എ സിംഗിൾ ഫ്രീക്വൻസി ബട്ട് ഓവർ എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. ആൻഡ് ഫോർ അബ്സോർപ്ഷനും നമ്മൾ യൂഷ്വലി എനർജി സ്പെക്ട്രം അല്ലെങ്കിൽ എനർജി ലെവൽസ് വളരെ ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുമെങ്കിൽ പോലും ഈച്ച് എനർജി ലെവൽസിനും എന്തുണ്ടായിരിക്കും, ഒരു വൈഡനിങ് ഉണ്ടായിരിക്കും, ചെറിയൊരു വൈഡനിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈഡനിങ് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം യൂഷ്വലി എക്സ്പെക്റ്റ് ചെയ്യുക, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു എനർജി ഇത് ലോവർ പാർട്ട് E1 എന്ന് പറയുന്നതിന് ചെറിയൊരു വൈഡനിങ് ഉണ്ട്. അതുപോലെ അപ്പർ വണ്ണിനും എന്തുണ്ടായിരിക്കും,
ഒരു ചെറിയൊരു വൈഡനിങ് ഉണ്ടായിരിക്കും. നമ്മൾ യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദിസ് E2 - E1 എന്ന് പറയുന്ന സെൻറ്റർ ടു സെൻറ്റർ ആണ്. ദിസ് ഈസ് നോട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അല്ല, E2 - E1 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. സോ ഇതിൻ്റെ E1ൻ്റെ ലോവർ ലെവലിന് ഇതിൻ്റെ ലോവർ ലെവലിലേക്ക് പോസിബിൾ ആണ്. E1ൻ്റെ സെക്കൻഡ് ലെവലിന് ഇതിൻ്റെ ലോവർ ലെവലിലേക്ക് പോസിബിൾ ആണ്. E1ൻ്റെ അപ്പർ ലെവലിന് ഇതിൻ്റെ ലോവർ. അങ്ങനെ ഒരുപാട് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഇതിൽ 9 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ആ 9 പോസിബിലിറ്റീസ് ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൽ സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഒക്കർ ചെയ്യുന്നത് സെൻറ്റർ ടു സെൻറ്റർ ആയിരിക്കും. അതായത് മെജോറിറ്റി ഓഫ് ആറ്റംസ് വിൽ ബി ഇൻ ദ സെൻട്രൽ ഫ്രീക്വൻസി ആയിരിക്കും. ബാക്കി വരുന്ന ഫ്രീക്വൻസി ലോവർ ഫ്രീക്വൻസിയും വരും, സെൻട്രൽ ഫ്രീക്വൻസിൻ്റെ അതുപോലെ ഹയർ ഫ്രീക്വൻസിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ബ്രോഡനിങ് എന്ന് പറയുന്നത്. സോ ദ വിഡ്ത്ത് ഓഫ് സ്പെക്ട്രൽ ലൈൻ അറൈസ് ബിക്കോസ് ഓഫ് ദി എനർജി ലെവൽസ് ഓഫ് atomic and molecular systems are not precise. So because and what are the reason for this broadening of these spectral lines, or what is the reason why these energy levels are not precise? And although we say that each energy level is quantized, there is some broadening which is always present in every substance. The first one is the collision broadening. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബ്രോഡനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൊളീഷൻ ബ്രോഡനിങ് ആണ്. കൊളീഷൻ ബ്രോഡനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലിക്വിഡ്സിൻ്റെ ഗ്യാസസിൻ്റെ കേസിൽ ദേ ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ, ആറ്റംസ് ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ, ആൻഡ് ദീസ് കണ്ടിന്യൂസ് മോഷൻ ഓഫ് ദീസ് ആറ്റംസ് produces collision between them. Because of this collision, these energy levels will be deformed, or there will be some change in the energy levels of the outermost electrons. So outermost electron energy level continuous variation വരുമ്പോൾ നമുക്കറിയാം വിസിബിൾ ആൻഡ് അൾട്രാവയലറ്റ് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ എനർജി വേരിയേഷൻ്റെ കൊണ്ടാണ് നമുക്ക് ഈ വിസിബിൾ ആൻഡ് അൾട്രാവയലറ്റ് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ കൊളീഷൻസ് അത് അഗെയിൻ അത് വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷണൽ സ്പെക്ട്രനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ മോളിക്കുലർ ഇൻട്രാക്ഷൻസ് ആർ സ്ട്രോങ്, സോ ലിക്വിഡ്സും ഗ്യാസും കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസിൽ കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്, അതുകൊണ്ട് ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും. ലിക്വിഡ്സിൽ കുറച്ചും കൂടെ ഇൻട്രാക്ഷൻസ് കൂടുതൽ. അപ്പം വെൻ ദിസ് ഇൻട്രാക്ഷൻ ഇൻക്രീസസ്, ദിസ് കൊളീഷൻ ബ്രോഡനിങ് ആൾസോ ഇൻക്രീസസ്. So that is why the spectra of gases will be much more sharper than the corresponding liquids ആയിരിക്കും. സോളിഡ്സിലാണെങ്കിൽ ഈ ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഷാർപ്പ് സ്പെക്ട്ര ആയിരിക്കും വരുന്നത്. പക്ഷേ സോളിഡ് സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ഇൻ ടു 2 or more components ഷോയിങ് എവിഡൻസ് ഓഫ് ഇൻട്രാക്ഷൻസ്. സോളിഡ്സിലും ഇതുപോലെ ദിസ് ഇൻട്രാക്ഷൻസ് ചില കേസിൽ ഈ സ്പെക്ട്രൽ ലൈൻസ് 2 3 ആയിട്ടൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് തന്നെ മീനിങ്. പക്ഷേ ഇൻട്രാക്ഷൻ കുറയും തോറും ഇതിൻ്റെ ഷാർപ്പനിങ് കൂടി വരും. അപ്പം കൊളീഷൻ ബ്രോഡനിങ് മീൻസ് എന്താണ്, അതിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കൊളീഷൻ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ഓഫ് ദി മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് ഓഫ് ദി ആറ്റംസ് ആണ്. യൂഷ്വലി ബിക്കോസ് ഓഫ് ദീസ് മോളിക്യൂൾ എനർജി ലെവൽസിൽ വേരിയേഷൻ വരുന്നുണ്ട്. ആ എനർജി വേരിയേഷനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊളീഷൻ ബ്രോഡനിങ് ആണ്. സ്പെക്ട്രൽ ലൈൻ ബ്രോഡനിങ്ങിനെയാണ് നമ്മൾ കൊളീഷൻ ബ്രോഡനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രോഡനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡോപ്ലർ ഇഫക്റ്റ് ആണ്. പാർട്ടിക്കിൾസ് മോഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസി വിൽ ബി ഷിഫ്റ്റഡ് ഫ്രം ദോസ് ഓഫ് ദി പാർട്ടിക്കിൾസ് വിത്ത് റെസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതിനെ പറയുന്ന ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ മോഷൻ ഈസ് റാൻഡം ആൻഡ് ദ ഷിഫ്റ്റ് ഒക്കേഴ്സ് ഇൻ ബോത്ത് ലോവർ ആൻഡ് ഹയർ ഫ്രീക്വൻസി റീജിയൻസ്, and this also results in the broadening of spectral lines. So collision broadening is dominant in liquids ആണെങ്കിൽ this Doppler broadening is dominates in gases, because ഗ്യാസിൽ അതിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഡോപ്ലർ ഷിഫ്റ്റ് വരുന്നത്. സോ വെലോസിറ്റി കൂടുതൽ വരുന്നത് ദിസ് ഗ്യാസിൻ്റെ കേസിലാണ് ഇതിന് മാക്സിമം മിനിമം പോസിബിലിറ്റി കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡോപ്ലർ ബ്രോഡനിങ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് ഗ്യാസസിലാണ്. So because of the random motion of these molecules and atoms, there will be a change in the frequency. അതിനാണ് നമ്മൾ this Doppler broadening ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ബ്രോഡനിങ് ആണ്. അക്കോർഡിംഗ് ടു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്കറിയാം എനർജി ടൈം അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ഈക്വൽ ടു എച്ച് ആണ്. സോ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അൺസർട്ടനിറ്റി എനർജിയാണ്, ഡെൽറ്റ ടി ഈസ് ദ അൺസർട്ടനിറ്റി ഇൻ ടൈം ആണ്. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആ കേസിൽ വെൻ ഡെൽറ്റ ടി ഈസ് ഇൻഫിനിറ്റി ദെൻ ഡെൽറ്റ ഇ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും.
So that is energy uncertainty in the ground level is equal to 0. In other words, ground state എന്ന് പറഞ്ഞത് it is in a sharply defined ആണ്. ഇപ്പോൾ ഏതൊരു സിസ്റ്റത്തിൻ്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് ഷാർപ്പ്ലി ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ബിക്കോസ് ഓഫ് ദീസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ബിക്കോസ് this delta t in that case can be infinity or any molecule can exist in the ground state for an infinite time. സപ്പോസ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ലൈഫ് ടൈം 10⁻⁸ സെക്കൻഡ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഡെൽറ്റ ഇ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എച്ച് ബൈ ദിസ് ഡെൽറ്റ ടി എന്ന് വരും. ഓർ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എച്ച് ക്രോസ് ആൾസോ. സോ എച്ച് ക്രോസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 6.62 × 10⁻34 ഡിവൈഡഡ് ബൈ then this is 2π into 3.14 into 10⁻⁻8. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്ന 10⁻24ൻ്റെ ഓർഡറിൽ വരുന്നുണ്ട്. സോ ദിസ് കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി നമ്മൾ ഈ വാല്യൂ ഡെൽറ്റ ഇ ഇത്രയും ജൂൾസ് ആണ് 10⁻24 ജൂൾസ് വരുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഇ ബൈ എച്ച് ആണ്. സോ ഇറ്റ് ഈസ് 10⁻24 ഡിവൈഡഡ് ബൈ 6.6 into 10⁻34 ആണ്. സോ 10⁸ ഹേർട്സിൻ്റെ ചേഞ്ച് ഫ്രീക്വൻസിയിൽ വരികയാണ് ബിക്കോസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് uncertainty. So this is actually a large uncertainty, but this is small compared to the radiation frequency such as transition 10⁻14 to 16 റേഞ്ചിൽ 10⁸ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ വളരെ ലിമിറ്റഡ് ആണെങ്കിലും so the natural line width is said to be small, but in the case of electron spin സ്റ്റേറ്റിൽ നമുക്ക് ഡെൽറ്റ ടി 10⁻⁻7 ആയതുകൊണ്ട് ഡെൽറ്റ ന്യൂവിൻ്റെ വാല്യൂ 10⁻7 ഹെർട്സ് ആണ്. അപ്പോൾ ആക്ച്വലി ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസിൽ വരുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁸ to 10⁹ ആണ്. അപ്പോൾ അവിടെ 10⁻7 ഹെർട്സിൻ്റെ വേരിയേഷൻ വരിക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബിഗ് ക്വാണ്ടിറ്റി. So in this context, broadening due to uncertainty principle becomes an important factor in the case of electron transitions, electronic transitions നടക്കുന്നത്. So in electronic transition, collision and Doppler broadening are more important. So these are the three reasons why this spectrum which we are not getting is an ideal one, and instead of getting a single frequency transition we are getting a range of frequency variation, and that change will be very small. So about a particular maximum frequency we will get lower frequency variations and also higher frequency variation because of these three types of broadening.